ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ കുറെ ആയിട്ടുണ്ടല്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കി തന്നെയാണ്. പക്ഷെ അതിനു മുന്നേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ടാസ്ക്, ഒരു ഹോംവർക്ക് തന്നിരുന്നു. 2 ക്വസ്റ്റ്യൻ ആൻസർ, പക്ഷെ ദീപക് എന്ന കഥയിലെ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിരുന്നു. അത് ചെയ്യാൻ പറ്റിയവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഷുവറാണ്. അപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ ആൻസർ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ ചിലർക്ക് ഉണ്ട് ഈ ആൻസേഴ്സ് പറയുമ്പോ ആ സമയത്ത് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോന്റെ അവസാനം ആ ആൻസർ പോസ്റ്റ് ചെയ്യണുണ്ട്. അപ്പൊ അത് വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് അത് പോസ്റ്റ് ആക്കിയതിനു ശേഷം അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. फर्स्ट क्वेश्चन इതായിരുന്നു, पक्षी अपने पंख देकर दीमक लेता है, यहाँ പക്ഷി का कौन सा मनोभाव प्रकट होता है? പക്ഷി തന്റെ തൂവൽ കൊടുത്താണ്ട് ചിതറുകളാകുന്നത്. ഇവിടെ പക്ഷിയുടെ എന്ത് ക്യാരക്ടർ, എന്തൊരു മനോഭാവമാണ് പ്രകടമാകുന്നത്? അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്, പക്ഷി अपने पंख देकर दीमक लेता है, यहाँ പക്ഷി का आलस्य मनोभाव प्रकट होता है. അപ്പൊ ആൻസർ ഇങ്ങനെ എഴുതുക, പക്ഷി अपने पंख देकर दीमक लेता है, പക്ഷി തന്റെ തൂവൽ കൊടുത്തങ്ങാണ്ട് ചിതൽ വാങ്ങുന്നു. यहाँ പക്ഷി का आलस्य मनोभाव प्रकट होता है. ഇവിടെ പക്ഷിയുടെ അലസതമായ ഒരു മനോഭാവമാണ്, അലസമായ ഒരു വിഡിത്തമായ ഒരു മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് അതിന്റെ ആൻസർ. അത്ര ഷോർട്ട് ആൻസർ ഉള്ളത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ അല്ല, ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരും. എന്നിട്ട് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പോയി 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ പക്ഷിയുടെ എന്തൊരു മനോഭാവമാണ് ചോദിക്കുമ്പോൾ ആലസ്യം, അങ്ങനെ കുറെ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് 2 വട്ടത്തിൽ വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. 2 എക്സാമിനേറ്റ് വന്നിക്കണോന്ന് അറിയില്ല, ഇവിടെ ഒരു ഓർമ്മ. അപ്പൊ ഇത് നല്ല ഒരു കുറെ വട്ടം വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ആലസ്യ മനോഭാവം ഓപ്ഷൻസ് ഉണ്ടാവും, അതാണ് ശരിയായ ആൻസർ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. सेकंड क्वेश्चन, दीमक हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते, यह हम किस सच्चाई की ओर संकेत किया गया है? അപ്പൊ ദീമക്ക്, അതായത് അച്ഛന് യുവപക്ഷി ഉപദേശിക്കുന്നുണ്ടല്ലോ, എന്റെ ചിലകൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല, അതുകൊണ്ട് നമ്മളെ തൂവൽ ഒരിക്കലും കൊടുക്കരുതെന്ന് പറഞ്ഞാടെ. അപ്പൊ ഈ അച്ഛൻ എന്തിനാണ് പക്ഷിയോട് പറയണത്, എന്ത് സത്യമാണ് അവിടെ ഉള്ളത് എന്ന്? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ചിലപ്പോൾ ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും, അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇത് ഒന്നും കൂടി പറയുന്നത്. അപ്പൊ അതിന് ആൻസർ ഇതാണ്, नौजवान पक्षी हर एक दिन अपनी पंख देकर गाड़ी वाले से दीमकें खरीदकर खाता है, यह देखकर उसके पिता ने कहा कि दीमकें हमारा स्वाभाविक आहार नहीं है और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकते. नौजवान पक्षी ने पिता के बात न मानी, इसलिए कुछ दिनों के बाद वह उड़ नहीं सका. युवा पीढ़ी उपदेश देने वालों को अवज्ञा से देखते हैं, अंत में खतरे में पड़ जाता है. അപ്പൊ ഇതിലെ അർത്ഥം നമുക്ക് നോക്കാം. നവജാൻ പക്ഷി ഏകദിൻ, ഈ യുവ പക്ഷി എല്ലാ ദിവസവും ഓരോ ദിവസവും ഏകദിൻ അപ്പൊ ഈ പങ്ക് രേഖർ തന്റെ തൂവൽ കൊടുത്തിട്ട് ഗാഡി വാലേസെ ദീപകയും കരുതുക്കൾ കാത്തായ, ഈ വണ്ടിക്കാരിൽ നിന്നും ചിതറുകൾ വാങ്ങിങ്ങാണ്ട് കഴിക്കുന്നു. അതായത് യുവ പക്ഷി ഓരോ ദിവസവും തന്റെ തൂവൽ കൊടുത്തിട്ട് ഈ വണ്ടിക്കാരനിൽ നിന്നും എന്ത് വാങ്ങുന്നു? ചിതറുകളെ വാങ്ങി കഴിക്കുന്നു. യഹ് ദേഖുകൾ ഉസ്കെ പിതാനെ കഹാക്കി, ഇത് കണ്ടിട്ട്, ഈ കഴിക്കുന്നത് ഇങ്ങനെ കച്ചവടം നടക്കുന്നത് കണ്ടിട്ട് തന്റെ അച്ഛൻ പറഞ്ഞു, ദീമക്കെ ഹമാര സ്വാഭാവിക ആഹാർ നെഹി ഹെ, ഈ ചിതറുകൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല. ഓർ ഉൻകേലെ പിന്നെ പങ്ക് ഹർഗി സ്നേഹം ദിയാ സിക്സെ, പിന്നെ അതിനുവേണ്ടി തന്റെ തൂവൽ ഒരിക്കലും കൊടുക്കരുത് എന്ന് അച്ഛൻ അവന് ഉപദേശിച്ചു. നവജാൻ പക്ഷിനെ പിതാക്കെ ബാത്തിനെ മാനി, ഈ യുവ പക്ഷി എന്താണ് അതൊക്കെ പറഞ്ഞപ്പോ യുവ പക്ഷി തന്റെ അച്ഛന്റെ വാക്ക് അനുസരിച്ചില്ല, കേട്ടില്ല. ഇസ്ലിയെ കുച്ച് ദിനോ കെ ബാദ് വഹൂഡിനെ സക, അപ്പൊ അങ്ങനെ സംഭവം എന്താണ്, ആ കേൾക്കാത്തതിനല്ല അവന് കിട്ടിയ ഒരു ഫലം കിട്ടിയ ഒരു ഇതാണ് എന്ത്, ഇസ്ലിയെ കുച്ച് ദിനോ കെ ബാദ്, അതുകൊണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം വഹൂഡിനേസക, അവൻ പറക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു കേട്ടിനെങ്കിൽ അവർക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നു, പക്ഷെ ഇവന് പറക്കാൻ കഴിയുന്നില്ല. യുവ പീഡി ഉപദേശ ദേനേം വാലോക്കോ, ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലായത്? ഇവിടെ കൺക്ലൂഷൻ ആണ് യുവ പീഡി. അപ്പൊ യുവ പീഡി ഇപ്പോഴത്തെ കാലം, ന്യൂ ജനറേഷൻ, ഉപദേശ ദേനേ വാലോക്കോ, ഈ അഡ്വൈസ് ഉപദേശം തരുന്നവരോട് അവജ്ഞാസ രേഖത്തെ ധിക്കാരത്തോടെ കാണുന്നു.
ഈ ഉപദേശം തരുന്നവരെ അനുസരിക്കാതെ അവരുടെ ധിക്കാരികളെ പോലെ കാണുന്നു. അന്തമേ കത്രമേ പട് ജാത്തെ. പക്ഷെ അവര് ആ ധിക്കാരികളെ കണ്ട ആൾക്കാരൊക്കെ എന്താണ് അവസാനം എന്താണ് അപകടത്തിൽ പെടുന്നു എന്താണ് പറയണം. അപ്പൊ നമ്മൾ വലിയവർ പറയുന്ന വാക്കുകൾ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ന സമയത്ത് അവസാനം നമ്മൾ അപകടത്തിൽ വീഴുന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ ആൻസറുമായിട്ട് ഇത് എന്തെങ്കിലും ഒരു യോജിപ്പുണ്ടെങ്കിൽ ആ ആൻസറും ശരിയാണ്. അങ്ങനെ ഉണ്ടാക്കിയവർക്കൊക്കെ ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി നോക്കാം. ഞാന് ഇതിന്റെ ബാക്കി നോക്കാം. ബാക്കി ഇത് കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ബാക്കി കുറച്ചുള്ള ഒരു 2-3 പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ ഞാനൊക്കെ പാടെടുക്കുമ്പോ എല്ലാതും എടുക്കുമ്പോ ചിലർക്കൊന്നും എന്താ പെട്ടെന്ന് കുറെ ഉണ്ട്, കുറയുമ്പോ തലണ്ട് വേദനകൾ പോലെയൊക്കെ ആവും. അപ്പൊ ഞാൻ കുറേശ്ശെ എടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. फिर उसने सोचा कि आसमान में उड़ना ही फिजल है, वह मुड़कों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति भी कम होती गई और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक टाल से लगी हुई दूसरी टाल पर चलकर फुदककर पहुंचता. लेकिन दीमक खाने का शौक नहीं छूटा. बीच बीच में गाड़ी वाला बुत्ता दे जाता. वह कहीं नजर में न आता. पक्षी उसके इंतजार में गुलता रहता. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकें ढूंढूंगा. इसलिए वह पेड़ पर से उतरकर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. वह खूब मेहनत से जमीन में से दीमकें चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के टेढ़ के टेढ़ हो गए. അപ്പൊ ഇത്രയാണുള്ളത്. നമുക്ക് ഇതിന് മീനിങ് നോക്കാം. फिर उसने सोचा कि പിന്നീട് उसने सोचा कि उसने ആണ് ഇവിടെ യുവ പക്ഷി. फिर उसने सोचा कि फिर उस नौजवान पक्षी ने सोचा कि എന്തെന്നാൽ ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിൽ ഹെ. ഈ ആകാശത്തിൽ പറക്കുക എന്നത് വെറുതെ ആണ്, അത് ഒരു കാര്യമില്ല എന്നാണ് ഈ യുവപക്ഷി എന്താണ് ആലോചിക്കുന്നത്. വഹ മുടക്കോങ്ക കാമഹ. ഇതൊക്കെ വിഡ്ഢികളുടെ ജോലിയാണ്. മുടക്കാണാല് വിഡ്ഢി, കാമണാല് ജോലി. ഉസ്കി ഹാലത്ത് യഹദീക്കി. അവന്റെ അവസ്ഥ ഇതായിരുന്നു. എന്തെന്നാൽ അബു വഹ് ആസ്മാൻ മേ ഉഡ്ഹി നഹി സക്തതെ. ഇപ്പൊ അവന് ആകാശത്തില് പറക്കാൻ കഴിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അവന് ആകാശത്തിൽ പറക്കാൻ കഴിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ യുവപക്ഷിക്ക്. ഹാലത്താണാല് അവസ്ഥ. വഹ സിർഫ് ഏക് പേട് സെ ഉഡ്കർ ദൂസരെ പേട് തക്ക് പഹുഞ്ച് പാത്ത. അവനെന്താ വഹ സിർഫ് ഏക് പേട് സെ, അവനൊരു കേവലം ഒരു മരത്തിൽ നിന്നും ഉടുക്കാൻ പറന്നിട്ട് ദൂസരെ പേടത്തൊക്കെ പവഞ്ച് പാത്ത. മറ്റൊരു ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് മറ്റൊരു മരത്തിലേക്ക് എത്തുന്ന ആ ഒരു ശക്തി അവനക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബാലൻസ് അവന് തൂവലല്ല ചിറക് അവന് കൊടുത്തിരുന്നുള്ളൂ. അപ്പൊ അവൻ അത്രയും തളർന്ന് വന്നിരിക്കുന്നു. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ബി കം ഹോത്തി ഗയി. പിന്നെ പതുക്കെ പതുക്കെ ഇവന്റെ ഈ യുവ പക്ഷിയുടെ ഈ ശക്തിയും കുറേശ്ശെ കുറയാൻ തുടങ്ങി. और एक समय वह आया जब वह बड़ी मुश्किल से. പിന്നെ ഒരു സമയം അവന് വന്നു. അത് വളരെ കഷ്ടപ്പാടുള്ള വളരെ പ്രയാസപ്പെട്ട ഒരു സമയം. അതെന്താന്ന് വെച്ചാൽ പേടിക്ക് ഏക്ക് ടാലിസെ ലഗി ഹുയി. ആദ്യം അവൻ എന്തെങ്കിലും മരത്തിൽ നിന്ന് പറഞ്ഞിട്ട് മറ്റൊരു മരത്തിലേക്ക്. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കണേ? പേടിക്ക് ഏക്ക് ടാൽ സെ ലഗി ഹുയി ദൂസരി ടാൽ പർ. ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ഇപ്പൊ ചാടാൻ അവനക്ക് കഴിയുള്ളൂ. അതും ചെൽക്കൾ ഫുദ്ക്കൾ പഹുഞ്ചിട്ട. നടന്നിട്ടും ചാടിയിട്ടും അവന് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് മാത്രമുള്ള ഒരു സമയം വന്നു അവന്. അപ്പൊ അവന് അത്രയുള്ള ശക്തിയുള്ളൂ. ആദ്യം അവന് ആകാശങ്ങൾ എത്രയോ ഉയരങ്ങളിലേക്ക് പറന്നു. പിന്നീട് അവസാനം അത്രയും ശക്തി പോയപ്പോ അവന് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക്. ഇപ്പൊ എന്താ സംഭവിച്ചത്? മരത്തിന്റെ ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടാനുള്ള ശക്തിയായി ഒരു സമയം അവന് വന്നിരിക്കുന്നു.
ലേക്കിൻ ദീമക്ക് കാനേക്ക ഷൗക്ക് നെഹിം ചൂട്ട. പക്ഷെ ഈ ചിതലുകൾ തിന്നാനുള്ള അവന്റെ ആ ഇഷ്ടം എന്താണ് ഒരിക്കലും അവന് വിട്ടുകൊടുത്തില്ല. അവനൊരു ആ ചിതലുകൾ തിന്നാൻ താല്പര്യം ഒട്ടും കുറഞ്ഞില്ല. ബീച്ച് ബീച്ചുമേയും ഗാഡിവാല ബുത്ത ദേ ജാത്ത. എന്നാൽ ഇവിടെ വേറെ എന്തോ സംഭവിക്കുന്നുണ്ട്. ബീച്ച് ബീച്ചുമേയും ഗാഡിവാല ബുത്ത ദേ ജാത്ത. ഇടക്കിടക്ക് എന്താണ് ഈ വണ്ടിക്കാരൻ എന്താണ് ഈ പക്ഷിയെ എന്താണ് ചതിക്കുമായിരുന്നു. ബുത്താടേണത് ചതിക്കുക. വഹ് കഹി നസർ മേ എന്നെ ആത്ത. അയാളിപ്പോ എവിടെയും കാണാനല്ല ചുറ്റോ എവിടെയൊന്നും ഇപ്പൊ വരാടില്ല. അയാളിപ്പോ ഒട്ടും കാണാനില്ല. എന്നോ കണ്ടതാണ്, ഇപ്പൊ അയാളൊന്നും കാണാനില്ല. പക്ഷി ഉസ്കെ ഇന്തിസാർ മേ ഗുൽത്താ രഹ. ഈ പക്ഷിയാണെങ്കിലോ ഈ വീട്ടിയായ പക്ഷിയാണെങ്കിലോ അയാളെ എന്താണ് പ്രതീക്ഷിച്ച് എന്താണ് അവിടെ വെയിറ്റ് ചെയ്യാണ്. അയാൾക്ക് വേണ്ടി എന്താണ് അയാൾക്ക് വേണ്ടി ഈ യുവ പക്ഷി എന്താണ് അവിടെ എന്താണ് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. വെയിറ്റ് ചെയ്താണ് അങ്ങോട്ട് ഇങ്ങോട്ട് വട്ടം തിരിഞ്ഞ് നടന്നാണ്ട് അവിടെ ആകെ തളർന്നിരിക്കുകയാണ്. ലേക്കിൻ ദീമക്കോങ്ക ഷൗക്ക് ജോ ഉസേദ. പക്ഷേ ആ ദീമക്കോങ്ക ഷൗക്ക് ആ ചിലരോടുള്ള ആ ഇഷ്ടം താല്പര്യം ഉസേദ അവന് ഉണ്ടായിരുന്നു. അവന് പറയുന്നത് ഇവിടെ യുവപക്ഷി കേട്ടോ. ഉസേ സോച്ച ആ യുവപക്ഷി ആലോചിച്ചു. മേ ഖുദ് ദീമക്കെ ഡൂണ്ടുക. ഞാൻ സ്വയം ചിതലുകളെ തിരയുന്നു. ഡൂണ്ടുക അറിയുന്നത് തിരയുക, സെർച്ച്. ഇസ്ലി വഹ് പേട് പർസെ ഉത്തർക്കർ ജമീൻ പടാകെ. അതുകൊണ്ട് അവന് വഹ് പേട് പർസെ ഉത്തർക്കർ അവൻ മരത്തിൽ നിന്നും ഇറങ്ങി ജമീൻ പടാകെ ഭൂമിയിലേക്ക് വന്നു. ഓർ ഗാസ് കെ ഏക് ലഹരാത്തെ ഗുച്ഛെ. പിന്നീട് എന്താ ചെയ്ത് ഗാസ് കെ ഏക് ലഹരാത്തെ. ഗാസ് എന്ന പുല്ല്. ഗാസ് കേക്ക് ലഹരാത്തെ ഗുച്ഛം. പുല്ലിന്റെ ഒരു പുല്ലിന്റെ ഒരു കൂട്ടത്തിലെ ലഹരാത്തെ ഗുച്ഛയുടെ കൂട്ടം. ആ കൂട്ടത്തില് സിമട്ടുകൾ ബയട്ടുകയ. എന്താണ് സിമട്ടുകൾ വായിച്ച ചുരുണ്ട് കൂടിങ്ങാണ്ട് അവൻ ഇരുന്നു. സിമട്ടുകൾ പറഞ്ഞാൽ ചുരുണ്ട് കൂടിയിട്ട്, അതായത് അവൻ എന്താണ് ഇതിമക്ക് ഈ ചെറുകളെ കഴിക്കാൻ വേണ്ടി എന്താണ് അവന് ഭൂമിയിലേക്ക് ഇറങ്ങിങ്ങാണ്ട് അവനൊരു പുല്ലിന്റെ കൂട്ടത്തിന്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിരുന്നു. കാരണം അവന് പാകം ഇറച്ചി കഷ്ണമായി മാടിയിട്ടുണ്ട്. തൂവല് കുടയാൻ തുടങ്ങിയിട്ടുണ്ട്. തൂവല് കുറഞ്ഞാണ്. തൂവല് പോയി ഇപ്പം ഇറച്ചി കഷ്ണം മാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ എന്തെങ്കിലും കണ്ടാൽ പിടിച്ചുകൊണ്ട് പോയാലോ വെച്ചിട്ട് അവന് ഒളിച്ചിരിക്കണ പോലെ ആ പുല്ലിന്റെ ഉള്ളിൽ ചുരുണ്ട് കൂടിയിരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. फिर പിന്നീട് एक दिन उस पक्षी के जी में ആ പക്ഷിയുടെ മനസ്സിൽ ന മാലൂം ക്യാ എന്താന്നറിയില്ല വന്ന്. അതായത് ആ പക്ഷിയുടെ മനസ്സിൽ ഒരു ദിവസം പെട്ടെന്ന് എന്തൊരു ബുദ്ധിയോ പെട്ടെന്ന് എന്താ അറിയില്ല അവന്റെ മനസ്സിൽ എന്തോന്ന് കേറി വന്നു. വഹ് ഖൂബ് മെഹനത്ത് സെ जमीन में से दीमके चुनचुड़कर खाने के बजाय उन्हें इकट्ठा करने लगा. वह खूब मेहनत से അവൻ വളരെ കഷ്ടപ്പെട്ട് ജമീൻ മേസെ ദീമക്കെ ചുൻചുടുക്കർ ഭൂമിയിൽ നിന്നും ചിതകളെ പെടുക്കിയെടുത്ത് കാനയ്ക്ക് ബജായി കഴിക്കുന്നതിന് പകരം ഓനെയും ഇക്കട്ട കണ്ണലേക. അവൻ എന്താണ് ഈ ചിതകളൊക്കെ ശേഖരിച്ചു. ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? അവന്റെ മനസ്സിൽ വന്ന കാര്യം എന്താണെന്നറിയില്ല പറഞ്ഞത്. അവന് പിന്നെ അവസാനം കാര്യം മനസ്സിലായി. തന്റെ അച്ഛൻ പറഞ്ഞ കാര്യം മനസ്സിലായി. തനിക്ക് തൂവലില്ലാതെ പറക്കാൻ കഴിയില്ല, ജീവനാണത്. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന് വളരെ കഷ്ടപ്പെട്ടിട്ട് ഭൂമിയിലുള്ള എല്ലാ ചിതകളെയും പെടുക്കിയെടുത്ത് അവന് എന്താണ് കഴിക്കുന്നതിന് പകരം അവന് ഇഷ്ടപ്പെട്ട സാധനം തന്റെ കയ്യിലുണ്ടായിട്ടു അവന് കഴിക്കുന്നതിന് പകരം അവന് അതിനെ എല്ലാം ശേഖരിച്ചു. അപ്പൊ ഉസ്കെ പാസ് ദീമക്കോ കെ ഡേർ ഹോ ഗേ. ഇപ്പൊ അവന്റെ കയ്യിൽ എന്താണ് അപ്പൊ ഉസ്കെ പാസറിന് അടുത്ത ദീമക്കോ കെ ഡേർ ഹോ ഗേ. ഇപ്പൊ അവന്റെ അടുത്ത് ഒരു ചിതകളോടൊരു കൂമ്പാരം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അവന് സത്യം കാര്യം മനസ്സിലായപ്പോ ഇപ്പൊ അവന്റെ കയ്യിൽ തന്നെ ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ആർത്തി കാണിക്കരുത്. അച്ഛൻ വലിയവര് പറഞ്ഞത് മനസ്സിലാക്കുക. ഇപ്പൊ ഇപ്പത്തെ ഈ ജനറേഷനിലും ഒക്കെ ഇപ്പത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ. അച്ഛനമ്മമാര് പറയുന്നതൊന്നും അനുസരിക്കാതെ ഓരോന്ന് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും, സൂയിസൈഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പോയിട്ട് അങ്ങനെ പല അപകടത്തിലും പെടുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് അതിനെ കുറിച്ചുള്ള ഒരു തീമായിട്ടാണ് ഈ കഥ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ കഥ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാണ്ട് പാരന്റ്സിനോട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാണ്ട് നിങ്ങളൊരു എക്സാം കഴിച്ച് നടത്താൻ. കാരണം എനിക്ക് എക്സാം നടത്താൻ കഴിയില്ലല്ലോ, ഞാൻ ലൈവ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഗ്രൂപ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങള് സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയാണ് നോക്കുക.
ആൻസേഴ്സ് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അത്ര തന്നെ. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് നെഹ്ല എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സിന്റെയും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത്രയാണുള്ളത്. ക്ലാസ് നന്നായിട്ട് കേട്ട് പഠിക്കുക. NS കൊടുക്കാന്ന് യാതൊരു അറിവില്ല. അപ്പൊ എല്ലാരും പഠിക്കുക. ഓക്കെ, താങ്ക്സ്.